പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയാം, ഡീറ്റെയിൽഡ് ക്ലാസ് എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. +2 സൊല്യൂഷൻ 2021-22 എന്ന പേരിൽ അവിടെ കാണാൻ പറ്റും. ദെൻ ഫസ്റ്റ് ചാപ്റ്ററും ഇതുപോലെ ഉണ്ട്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 മുതൽ 5 വരെ ചാപ്റ്റർ ഉണ്ട്. ആ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് കാണാം. ഇന്ന് ഫോക്കസ് ഏരിയ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ എടുക്കും. ബാക്കി എൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലെ പാർട്ടുകൾ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെയും അങ്ങനെ ഈ പാർട്ടിലെ കുറച്ചു ഭാഗം ഞാൻ ഇപ്പോൾ എടുക്കുന്നു. ശേഷം എൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലെ പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6 ഞാൻ ഒരുമിച്ച് കൂട്ടുകയാണ്. പാർട്ട് 3യും ഇപ്പോൾ ഞാൻ ഇത് പുതുതായിട്ട് എടുക്കുന്ന ഈ ഭാഗം കൂടി ചേർത്താണ് പാർട്ട് 1 ഫോക്കസ് ഏരിയ. പാർട്ട് 2 ഫോക്കസ് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മുൻ ക്ലാസ്സിലെ പാർട്ട് 4. ദെൻ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ പാർട്ട് 5. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ പാർട്ട് 6 വരും. അപ്പൊ 4, 5, 6 ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി തെറ്റിന്റെ പ്രശ്നമാക്കണ്ട, പാർട്ടുകൾക്ക് മാർക്കില്ലല്ലോ. എന്തായാലും 3യും 4ഉം 5ഉം 6ഉം ഉണ്ട്. ഈ 4 പാർട്ടിനെ 4 പാർട്ടിലേക്ക് ഞാൻ ഉൾക്കൊള്ളിച്ച് 4 പാർട്ടായിട്ടാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, വളരെ ലെങ്തി ആവില്ല, ചെറിയ ചെറിയ ക്ലാസ്സുകൾ കേട്ടോ. ദെൻ പ്രത്യേകം ഓർക്കുക, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ പറ്റുമെങ്കിലൊക്കെ പഠിച്ചോട്ടോ. കാരണം ഇപ്രാവശ്യത്തെ ഫോക്കസ് ഏരിയന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയല്ലോ. 63 മാർക്കാണ് പറയുന്നത്. ഞാൻ 60 മുതൽ 70 വരെ എന്നാ പറയാറ്. പക്ഷെ 63 മാർക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിട്ട് 60 വാങ്ങുക എന്ന് പറഞ്ഞാൽ വൻ വെല്ലുവിളിയാണ്. ആ വാക്ക് ഗവൺമെന്റ് തലത്തിൽ പാലിക്കപ്പെടുകയാണെങ്കിൽ, വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പാലിക്കപ്പെടുകയാണെങ്കിൽ വൻ വെല്ലുവിളി നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പിന്നീട് സമയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സ്ട്രാ ഇമ്പോർട്ടന്റ് നമ്മൾ സാഹചര്യം എടുക്കും. ഓക്കെ, ഇന്ന് നമ്മൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. എന്താ സൊല്യൂഷൻ എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. നമുക്കറിയാം, സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്, പഞ്ചസാര വെള്ളം അല്ലെ. എങ്ങനെ ഉണ്ടാക്കാറ്? കുറച്ച് പഞ്ചസാര എടുത്ത് കൂടുതൽ വെള്ളം അല്ലെ, അപ്പൊ വെള്ളമാണ് സോൾവെന്റ്, ദെൻ പഞ്ചസാരയാണ് സൊല്യൂട്ട്. സ്മോൾ ക്വാണ്ടിറ്റി സൊല്യൂട്ടും ലാർജ് ക്വാണ്ടിറ്റി എന്തുവാ, സോൾവെന്റ്. എക്സാമ്പിൾ അല്ലേ. അപ്പൊ സുഗർ ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്. ഇനി 1-2 കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ ചാപ്റ്ററിൽ ഞാൻ 1 എന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ എ എന്ന ലെറ്റർ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്പോണന്റ്, ഫസ്റ്റ് കമ്പോണന്റ് എന്നോ അല്ലെങ്കിൽ സോൾവെന്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇനി 2 എന്നോ ക്യാപിറ്റൽ ബി ആണെങ്കിൽ സൊല്യൂട്ടിനെ സൂചിപ്പിക്കാൻ. മനസ്സിലായില്ല? W എന്ന് പറഞ്ഞ ഫുൾ എന്താ? ഡബ്ല്യുവിന്റെ ഫുൾ എന്താ? വെയിറ്റ്. അപ്പൊ W എന്ന് പറഞ്ഞ വെയിറ്റ് എന്ന് വായിച്ചോ. പക്ഷെ W1 അല്ലെങ്കിൽ WA എന്ന് എഴുതി എന്തെന്ന് വായിക്കേണ്ടത്? വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്നാ. ക്യാപിറ്റൽ M മോളാർ മാസിന്റെ ഷോർട്ടാ. അപ്പൊ M2 എന്ന് പറഞ്ഞ എന്താ? മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. M1 എന്താ? മോളാർ മാസ് ഓഫ് സോൾവെന്റ്. സ്മോൾ ലെറ്റർ എ നമ്പർ ഓഫ് മോൾസ്. ദെൻ ആ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താ? W ബൈ ക്യാപിറ്റൽ M. അപ്പൊ വെറും N ആണെങ്കിൽ വെറും W ബൈ വെറും M. അപ്പൊ ഇനി N1 ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് സോൾവെന്റിന്റെ W1 ബൈ M1 ഇതാ കാണിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചു പോകുന്നു, എഴുതി വെക്കുക. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും ഇനി ഉള്ളത് പഠിക്കാൻ അത് വേണം. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മൾ സൊല്യൂഷന്റെ ക്ലാസിഫിക്കേഷൻ അതൊന്ന് അറിഞ്ഞിരിക്കണം, എന്നാലും അടുത്ത ഈ സെക്ഷൻ മനസ്സിലാവുകയുള്ളൂ. സൊല്യൂഷന് സോൾവെന്റിന്റെ നാച്ചർ അനുസരിച്ച്, അതായത് സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ എന്നും, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ എന്നും, ഗ്യാസ് എങ്കിൽ ഗ്യാസ് സൊല്യൂഷൻ എന്നും വിളിക്കും. ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷനും അതിന്റെ എക്സാമ്പിളും ഒക്കെ ഞാനൊന്ന് കാണിക്കാം. കണ്ടില്ലേ? ഈ കാണിച്ച 3 ടൈപ്പ് സൊല്യൂഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സെക്കൻഡ് സൊല്യൂഷൻ ഒന്ന് എഴുതി വെക്കണം. ലിക്വിഡ് സൊല്യൂഷൻ. എന്താ ലിക്വിഡ് സൊല്യൂഷൻ? സോൾവെന്റ് ലിക്വിഡ് ആണല്ലേ. സൊല്യൂട്ട് ആരൊക്കെ വരാ? സോളിഡ് വരാ, ലിക്വിഡ് വരാ, ഗ്യാസ് വരാ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഈ ഇങ്ങനെ പറയുമ്പോൾ അതാ നിങ്ങൾ എഴുതിയെടുത്തില്ലേ? ലിക്വിഡ് സൊല്യൂഷന്റെ കൂടെയുള്ള പറഞ്ഞില്ലേ, എഴുതിയെടുത്തില്ലേ? അത് നോക്കൂ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പിന്നെ ബൈഹേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് യൂണിറ്റാ. അപ്പൊ ഒരു ചോദ്യം, എന്താ കോൺസെൻട്രേഷൻ? ഒന്നുമല്ല, സൊല്യൂട്ടിന്റെ അളവ്. ഉദാഹരണം, പഞ്ചസാര സൊല്യൂഷൻ. 1 ടീസ്പൂൺ പഞ്ചസാര 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് മധുരം ഉണ്ടാവൂലേ, ആ മധുരമാണ് കോൺസെൻട്രേഷൻ. 1 ടീസ്പൂൺ ആഡ് ചെയ്യും മധുരം, വീണ്ടും മധുരം കൂടിയില്ലേ, അപ്പൊ എന്ത് കൂടി എന്നാ പറയാ? കോൺസെൻട്രേഷൻ. എന്ത് ആഡ് ചെയ്തപ്പോഴാണ് കൂടിയത്? പഞ്ചസാര. അത് സൊല്യൂട്ടിന്റെ അളവ്. ഈ സൊല്യൂട്ടിന്റെ അളവ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം, സൊല്യൂട്ട് സോൾവെന്റിൽ ലയിക്കുമ്പോഴല്ലേ മധുരം ഉണ്ടാകുന്നത്. ആ ലയിക്കുന്നതിനെ സോലിബിലിറ്റി എന്നാ വിളിക്കാം. അപ്പൊ ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി തന്നെയാണ്, അത് ഓർക്കണം കേട്ടോ. അപ്പൊ ഇനി ഞാൻ അടുത്ത സെക്ഷനിൽ ഈ പോയിന്റ് ഓർത്ത് വെച്ചോട്ടോ. കോൺസെൻട്രേഷന്റെ യൂണിറ്റുകളെ
അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന വേർഡിന് പകരം സോലിബിലിറ്റി എന്ന് ഞാൻ ഉപയോഗിക്കും. അതുകൊണ്ട് ബേജാറാവുന്ന വേണ്ട, രണ്ടും തന്നെയാണ് എന്ന് ഇപ്പൊ മനസ്സിലാക്കാം. ഏതൊക്കെയാണ് ആ യൂണിറ്റ് നിങ്ങൾ പഠിച്ചതല്ലേ ഡീറ്റെയിൽ ക്ലാസ്സിൽ? അല്ലാത്തവർ ഞാൻ വായിച്ചിങ്ങനെ പോകാം. മാസ് പെർസെൻറ്റേജ് ഉണ്ട്, വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, പാർട്ട് പെർ മില്യൺ ഉണ്ട്. ഇപ്പൊ വന്ന ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ദെൻ അടുത്തത് ആരുണ്ട്? ആ മോൾ ഫ്രാക്ഷൻ, അതൊക്കെ അവിടെ നിന്നോട്ടെ, ഞാൻ സ്ക്രീൻ ഒരുമിച്ച് കാണിക്കാം. ദെൻ മൊളാരിറ്റി ഉണ്ട്, മറ്റൊന്ന് എന്തുണ്ട്? മൊളാലിറ്റി ഉണ്ട്. ഇത്രയും യൂണിറ്റ് ഉണ്ട് അല്ലെ. അതിൽ തന്നെ നമുക്ക് വേണ്ട ഒരു 3 വേർഡുകളുണ്ട്. ഒന്ന് മൊളാരിറ്റി, ക്യാപിറ്റൽ M. അതിന്റെ ഈ ഇക്വേഷൻ നമുക്ക് വേണം. എങ്ങനെ ഈ ഇക്വേഷൻ കിട്ടിയേ? മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന്റെ ഷോർട്ട് N2 ആണ്. ഇൻ ലിറ്റർ, 1 ലിറ്റർ സൊല്യൂഷനാ. അപ്പൊ ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. N2 എന്ന് പറഞ്ഞാൽ W2/M2 ആണ്. ദെൻ വോളിയം ഇൻ ലിറ്റർ എന്നത് വോളിയം ഇൻ മില്ലി ലിറ്റർ ആക്കുമ്പോൾ 1000 വരും. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുക്കണം. ദെൻ അടുത്തത് മൊളാലിറ്റി എന്ന് പറയുമ്പോൾ W1 ഇൻ ഗ്രാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ്. അപ്പോൾ W1 ഇൻ കിലോഗ്രാം എന്നത് ഗ്രാം ആക്കിയപ്പോൾ 1000 വന്ന്, N2 ന് W2/M2 എന്ന് വന്നു. ഈ ഇക്വേഷൻ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക നോട്ടിലേക്ക്. ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷെ ഇനിയുള്ള സെക്ഷനിൽ അത് വേണം. ഓക്കെ. ദെൻ മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് എന്താ? കൈ. അപ്പൊ ഇത്രയും യൂണിറ്റ് ആണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഈ യൂണിറ്റുകൾ ചിലപ്പോൾ സോലിബിലിറ്റി നമ്മൾ അങ്ങ് പറയും. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അടുത്ത സെക്ഷൻ മനസ്സിലാവും. അപ്പൊ ഈ 2 ഇക്വേഷൻ എഴുതിയില്ലേ. പിന്നെ മോൾ ഫ്രാക്ഷൻ കണ്ടോ? കൈ1 കൈ1 ഇക്വേഷൻ, കൈ2 ഇക്വേഷൻ, കൈ എന്ന് വായിക്കട്ടോ. നീ എക്സ് എന്ന് വായിച്ചാലും തെറ്റൊന്നുമില്ല. പിന്നെ കൈ1 പ്ലസ് കൈ2 എന്താ? 1. അല്ലെങ്കിൽ കൈ1 ഇക്വേഷൻ എന്താ? 1 മൈനസ് കൈ2. ഇങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ. ഇനിയാണ് നമുക്ക് വേണ്ടത് കണ്ടോ, സോലിബിലിറ്റി എന്താ? മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ തുടങ്ങുന്നത്. അപ്പൊ ഫോക്കസ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അതിന് മുമ്പുള്ളൊക്കെ വേണം കേട്ടോ. ദെൻ ഗ്യാസ് ഇൻ ലിക്വിഡ്, ഒരു എക്സാമ്പിൾ പറയും. ഗ്യാസിനെ ലിക്വിഡ് ലയിപ്പിച്ചത് സോഡ വാട്ടർ. ഈ സോഡയിൽ എങ്ങനെ സോഡ ഉണ്ടാക്കുക? പ്രഷർ കൊടുത്ത് ഗ്യാസ് ആയ കാർബൺ ഡൈ ഓക്സൈഡിനെ സോൾവെന്റ് ആയ വെള്ളത്തിൽ ലയിപ്പിക്കല്ലേ. അപ്പൊ ഹൈ പ്രഷർ കൊടുത്താൽ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കൂലേ. അപ്പോ പ്രഷർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു സോലിബിലിറ്റി. ഇങ്ങനെ പ്രഷറും സോലിബിലിറ്റിയും തമ്മിലുള്ള ഏത് സൊല്യൂഷന്റെ? ഗ്യാസിൻ ലിക്വിഡ് സൊല്യൂഷൻ. നമ്മളെ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 കാണിച്ചില്ലേ, എഴുതിയേക്കാൻ പറഞ്ഞില്ലേ. അതിൽ ഫസ്റ്റ് വന്നു, ബാക്കി 2 ബാക്കിയുണ്ട്. ഗ്യാസിൻ ലിക്വിഡിലെ പ്രഷറും സോലിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ തരുന്ന ലോന്റെ പേരാണെന്ത്? ഹെൻറീസ് ലോ. ഇറ്റ് ഗീവ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ഓഫ് ദി ഗ്യാസ് ആൻഡ് സോലിബിലിറ്റി ഇൻ ദി കേസ് ഓഫ് ഏത് ലിക്വിഡ്? ഗ്യാസിൻ ലിക്വിഡ് സൊല്യൂഷൻ. ഇനി എന്താ ഹെൻറീസ് ലോ? ആ സോഡ കുപ്പിയുടെ ചിത്രമാണ് കണ്ട ഹെൻറീസ് ലോ എന്ന് പറയാ. കണ്ടില്ലേ? ഈ പച്ച കളർ കൊടുത്ത് ആരോ മാർക്ക് വരെയാണ് എന്തുള്ളത്? സോഡ ഉള്ളത്. നിറയെ ഉണ്ടാവോ? ഇല്ല. ദെൻ മുകളിൽ കാര്യമില്ലേ, അതാണ് പ്രഷർ. അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് പ്രഷർ ഫീൽ ചെയ്യുക. ഈ പ്രഷർ ഹൈ ആവുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കും. അതായത് മാസ് ഓഫ് ഗ്യാസ് എന്നാണ് mg കൊണ്ട് ഉദ്ദേശിച്ചത്, മെഗ്നീഷ്യം അല്ല. ഈ മാസ് ഓഫ് ഗ്യാസ് പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. P പ്രൊപ്പോർഷൻ ടു മാസ് ഓഫ് ദി ഗ്യാസ്. എന്താ മാസ് ഓഫ് ദി ഗ്യാസ്? മാസ് ഓഫ് ദി സോലിബിലിറ്റി. സോ ദി മാസ് ഓഫ് ദി സൊല്യൂട്ട്. സൊല്യൂട്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതന്നല്ലേ സോലിബിലിറ്റി, അതന്നല്ലേ കോൺസെൻട്രേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അല്ലെ തൊട്ടും പറഞ്ഞില്ലേ, സോലിബിലിറ്റി പറയാൻ കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയത്തിൽ ഹെൻറീസ് ലോ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു മാറ്റം. അവിടെ P പ്രൊപ്പോർഷൻ ടു mg എന്നാ. ഇവിടെ P പ്രൊപ്പോർഷൻ ടു മാസ് ഓഫ് ദി ഗ്യാസ് സോലിബിൾ എന്നതിന് പകരം സോലിബിലിറ്റി എന്നെടുക്കുന്നു. അതിന് പകരം മോൾ ഫ്രാക്ഷൻ എന്നെടുക്കുന്നു. കാരണം മാസ് ഓഫ് ദി ഗ്യാസിന്റെ സോലിബിലിറ്റി ആണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് മോൾ ഫ്രാക്ഷൻ. സോ ഈ വർഷത്തെ ഹെൻറീസ് ലോ P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കൈ എന്നാണ്, മോൾ ഫ്രാക്ഷൻ എന്നാണ് കേട്ടോ. സോ വാട്ട് ഈസ് ഹെൻറീസ് ലോ? ദി പാർഷ്യൽ പ്രഷർ. പ്രഷർ എന്നുള്ളതിനെ പാർഷ്യൽ പ്രഷർ എന്ന് സൂചിപ്പിക്കുന്നത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, ഷോർട്ട് എന്താ? P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ സൊല്യൂഷൻ എന്താ? കൈ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് സെന്റൻസ് ഒരു നിലക്കും പഠിക്കാൻ കഴിയുന്നില്ലേ? ഷോർട്ട് ഒരു വേർഡ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ P പ്രൊപ്പോർഷൻ ടു കൈ ഓർ പ്രൊപ്പോർഷനാലിറ്റി ചിഹ്നം ഒഴിവാക്കിക്കോ. KH into കൈ. എന്താ KH? ഒരു കോൺസ്റ്റന്റാ. അതിന്റെ പേരെന്താ? ഹെൻറീസ് കോൺസ്റ്റന്റ്. ഇനി ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻ ഉണ്ട്. ഈ അപ്ലിക്കേഷന് നമുക്കറിയാം, കാർബണേറ്റഡ് ബിവറേജ്, സോഡ, സവനപ്പ്, ഇതിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഹൈ പ്രഷർ ഉപയോഗിച്ച് ഒന്നാണ്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പർവ്വതം ആരോഹകരില്ലേ, പർവ്വതം കയറുന്ന മുകളിലേക്ക് പോകുന്ന ആളുകളെ, ആ മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ എന്താ സംഭവിക്കാം? കുറയൂലേ? പ്രഷർ കുറയുമ്പോ സോലിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. കൂടുമ്പോൾ കൂടുമെങ്കിൽ കുറയുമ്പോൾ കുറയും. പക്ഷെ
ഹൈ ലെവലിൽ ഓക്സിജന്റെ അളവ് കുറയും. അതാണ് ഓക്സിജന്റെ സോലിബിലിറ്റി കുറയും. അതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും, ശ്വസിക്കാൻ വേണ്ടത്ര ഓക്സിജൻ കിട്ടിയില്ല, അങ്ങനെ ഒരു അസ്വസ്ഥതകളൊക്കെ നമുക്കുണ്ടാവും. ഇങ്ങനെ ക്ലൈംബേഴ്സിനും അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളുകൾക്കും ഓക്സിജന്റെ കുറവ് കാരണം ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. അതിന് അനോക്സിയ എന്ന അസുഖം, അതിനും ഇത് കാരണമാകും. ഓക്കെ, പിന്നെ മറ്റൊന്ന് സ്കൂബ ഡൈവേഴ്സ്. അടുത്ത അപ്ലിക്കേഷൻ ഞാൻ കാണിക്കാം കേട്ടോ. സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ. ഇവർ താഴേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? അവരുടെ പുറത്ത് ഒരു കുറ്റി ഉണ്ടാവൂലേ? ആ കുറ്റിയിൽ എന്താ? അവർക്കുള്ള ചോറും ചാറൊക്കെയാണോ? ഞാൻ പറയാറുണ്ട്, അല്ലല്ലേ. പകരം എന്താ? ശ്വസിക്കാനുള്ള വായു അല്ലേ? ആ വായുവില് ശരിക്കും എയർ എന്ന് പറഞ്ഞാൽ എന്താ? നൈട്രജൻ, ഓക്സിജൻ, കൂടാതെ ഹീലിയം കൂടി അതിൽ ചേർക്കും. അതെന്തിനാ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് അവർ താഴേക്ക് പോകും. പോയിട്ട് അവരെന്തിനു പോകുന്ന? അവരെ ഫാമിലിയെ കാണാൻ പോകുന്ന അല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ദൗത്യങ്ങൾ ഉണ്ടാവും. അത് പൂർത്തീകരിച്ച് തിരിച്ചിങ്ങോട്ട് വരുമ്പോ അടിയിൽ നിന്ന് മുകളിലേക്ക് വരിക കേട്ടോ. അപ്പൊ പ്രഷർ കുറയും. അപ്പൊ ഇതിലുള്ള ഗ്യാസിന്റെ സോലിബിലിറ്റി കുറഞ്ഞ് ഇതിലെ നൈട്രജൻ ഇവരുടെ നെർവിലൊക്കെ എന്ത് ചെയ്യും? ബ്ലഡില് ഒരു ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെ ഈ നൈട്രജന്റെ ഹൈ കോൺസെൻട്രേഷൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവും. കൂടാതെ ബബിൾ ഫോം ചെയ്യുമ്പോൾ നല്ല വേദനയുള്ള ഒരു അസുഖം ഉണ്ടാവും. ഈ വേദനയുള്ള അസുഖത്തിന് ബെൻഡ് എന്ന് പറയും. ഇങ്ങനെ ബെൻസ് എന്ന അസുഖവും നൈട്രജന്റെ ഹൈ കോൺസെൻട്രേഷൻ കാരണമുള്ള ടോക്സിസിറ്റി ഒഴിവാക്കാൻ വേണ്ടിയുമാണ് ഹീലിയം ഇവരുടെ ബ്രീത്തിങ് ഗ്യാസിൽ മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യുന്നത്. അതുകൂടി ഒരു അപ്ലിക്കേഷൻ ഒക്കെ ഞാൻ കാണിക്കാം. ദെൻ മറ്റൊന്ന് നമുക്കറിയാം, കോൾഡ് വാട്ടർ. മത്സ്യങ്ങൾക്ക് നല്ലത് ചൂട് വാട്ടർ അല്ല. ചൂടായ എന്താ പ്രശ്നം എന്ന് അറിയോ? ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതൽ മത്സ്യങ്ങൾ എന്താ ശ്വസിക്കുക? ഓക്സിജൻ അല്ലേ. എന്ത് ഓക്സിജൻ? ഡിസോൾവഡ് ഓക്സിജൻ. അപ്പൊ ചൂടാകുമ്പോൾ ഡിസോൾവ് ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് പോകും, ശ്വസിക്കാൻ കിട്ടൂല, ചത്തുപോകും മത്സ്യങ്ങൾ. അപ്പോൾ പൊതുവെ നോർമൽ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആണ് അക്വാട്ടിക് ലൈഫിന് നല്ലത്. വൈ? കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ തണുപ്പാണ്, ടെമ്പറേച്ചർ കുറവാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഗ്യാസിൻ ലിക്വിഡിലെ ഓർത്തോ, ഗ്യാസിൻ ലിക്വിഡിലെ സോലിബിലിറ്റി കൂടും. അതായത് ഡിസോൾവ് ഓക്സിജൻ കൂടുതൽ കിട്ടും. അപ്പോൾ വേണ്ടത്ര ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടും. ഇതാണ് അപ്ലിക്കേഷൻ. മനസ്സിലായില്ലെങ്കിൽ ആ സെന്റൻസ് ഒക്കെ ഒന്ന് കാണിക്കുക. അപ്ലിക്കേഷൻ: ദീസ് ആർ ഇൻ കാർബണേറ്റഡ് ബിവറേജ് ഇൻ ദി കേസ് ഓഫ് സ്കൂബ ഡൈവേഴ്സ്, പീപ്പിൾ ലിവിംഗ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഇതാണ് സിമ്പിൾ അപ്ലിക്കേഷൻ. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ടവർക്ക് ഇതാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇറ്റ് കോസ് അനോക്സിയ. എന്താ അനോക്സിയ എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, എന്തിനാണ് ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു ഡൈല്യൂട്ട് ദി ബ്രീത്തിങ് മിക്സ്ചർ വിത്ത് ഹീലിയം ഇൻ ദി കേസ് ഓഫ് സ്കൂബ ഡൈവേഴ്സ്. വൈ? സ്കൂബ ഡൈവേഴ്സിന്റെ കേസിൽ ഹീലിയം കൂടി ചേർക്കാറുണ്ട്. എന്തുകൊണ്ട്? ടു അവോയ്ഡ് ടോക്സിക് എഫക്ട് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ബെൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. കോൾഡ് വാട്ടർ ഈസ് കംഫർട്ട് ഫോർ അക്വാട്ടിക് ലൈഫ് because at the temperature decrease, solubility of gas in oxygen in water, that is dissolved oxygen, increase, so more oxygen is available for breathing. ഇതാണ് അപ്ലിക്കേഷൻ ഓഫ് ഹെൻഡീസ്. വളരെ ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയ അതാണ് കേട്ടോ. ഇനി അടുത്ത രണ്ട് സൊല്യൂഷൻ ബാക്കിയില്ലേ? ലിക്വിഡ് സൊല്യൂഷനിൽ എന്താ? ലിക്വിഡ് ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, അതിലെ ലിക്വിഡ് ഇൻ ലിക്വിഡും സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലെ പ്രഷറും സോലിബിലിറ്റി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ തന്ന സയന്റിസ്റ്റിന്റെ പേരാ റൗൾ. അതാണ് റൗൾസ് ലോ. ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ വേപ്പർ പ്രഷർ ആൻഡ് സോലിബിലിറ്റി ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് വർ ഫസ്റ്റ് സ്റ്റഡിഡ് ബൈ ദി സയന്റിസ്റ്റ് റൗൾ ഇൻ ടേംസ് ഓഫ് എ ലോ കോൾഡ് റൗൾസ് ലോ. ഈ റൗൾസ് ലോ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ലിക്വിഡ് ഇൻ ലിക്വിഡും മറ്റൊന്ന് സോളിഡ് ലിക്വിഡ്. പക്ഷെ ഫോക്കസ് ഏരിയയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ലിക്വിഡ് ഇൻ ലിക്വിഡ്. ഈ റൗൾസ് ലോ ഫോർ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷന്റെ മറ്റൊരു പേരാണ് റൗൾസ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ്സ്. അപ്പൊ എന്താ വോളറ്റൈൽ എന്നൊരു വേർഡ് അല്ലെ? അത് പഠിക്കണം. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്തു പോകുന്ന, വേപ്പറായി പോകുന്ന സാധനങ്ങൾ നമ്മൾ വോളറ്റൈൽ എന്നാ വിളിക്കുക. ഉദാഹരണം, പെട്രോള് ഹൈലി വോളറ്റൈല. വെള്ളം അത്ര പെട്ടെന്ന് വോളറ്റൈല് ആവിയായി പോയില്ലെങ്കിലും പോകൂലേ? അപ്പൊ എല്ലാ ലിക്വിഡും വോളറ്റൈൽ ആണെന്ന് ഇപ്പൊ മനസ്സിലാക്കാം. സോളിഡ് ഒന്നും എന്തല്ല, വോളറ്റൈൽ. അരി നിങ്ങൾ സ്കൂളിൽ നിന്ന് പോരുമ്പോഴേ മേശമ്മല് കുറച്ച് അരി അറിയാതെ എടുത്തു വെച്ചു, തിരിച്ചു വരുമ്പോൾ ആവിയായി പോയിട്ടുണ്ടാവും? ഇല്ലല്ലോ. അപ്പൊ എന്താണ്? സോളിഡ് ഒക്കെ നോൺ വോളറ്റൈൽ. സോ വോളറ്റൈൽ എന്നൊരു വേർഡ് മറക്കണ്ട. ഇനി ഞാൻ റൗൾസ് ലോ പറയാന് രണ്ട് ഉദാഹരണം പറയാം. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് എടുക്കാം. ഒന്ന്, ഞാൻ ഒരു ബീക്കറിൽ പെട്രോൾ എടുത്ത്, മറ്റൊന്ന് വെള്ളം എടുത്ത്. വെള്ളം 1 എന്ന് സംഖ്യ കൊടുക്കുന്നു, പെട്രോളിന് 2 എന്ന നമ്പർ ഇടുന്നു. അപ്പൊ വെള്ളം ഒരു ബീക്കറിലും പെട്രോൾ വേറെ സ്ഥലത്തും, രണ്ടും അകലങ്ങളിൽ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഒറ്റക്ക് നിൽക്കുമ്പോൾ വെള്ളം സാവധാനം വേപ്പറാവും, പെട്രോളും വേപ്പറാവൂലേ? ഈ വേപ്പറായി പോകുന്നു രണ്ടും അല്ലെ? രണ്ടും വോളറ്റൈൽ ആണല്ലോ. ഇങ്ങനെ ഈ വേപ്പർ സ്റ്റേറ്റിലുള്ള അതിന്റെ പ്രഷറിനെ ഞാൻ ഒരു ലെറ്റർ കൊണ്ട് P10 എന്നും P20 എന്നും സങ്കല്പിക്കുന്നത്. എന്താ 1?
ഒന്നാമത്തെ ആള്. പി എന്ന വേപ്പർ പ്രഷർ. 0 ഒട്ട എന്താ സ്വന്തം ഒറ്റക്ക് നിൽക്കുമ്പോ. മറ്റേത് P20 പറഞ്ഞാൽ പെട്രോളിന്റെ വേപ്പർ പ്രഷർ കേട്ടോ. ഒറ്റക്ക് നിൽക്കുമ്പോൾ പ്യുവർ എന്നാണ് ആ ഒറ്റക്ക് നിൽക്കുന്നതെന്ന് പറയാം. പേടിക്കണ്ട. ഇനി ഞാൻ ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പൊ എന്തായി? സൊല്യൂഷൻ കിട്ടി. എന്തൊക്കെയാണ് ആ സൊല്യൂഷനിലുള്ളത്? വെള്ളമുണ്ട്, പെട്രോളുണ്ട്. അപ്പോഴും വെള്ളത്തിനൊരു കഴിവുണ്ട് വേപ്പറാവാൻ, പെട്രോളിനൊരു കഴിവുണ്ട് വേപ്പറാവാൻ. ശരിയല്ലേ? ഇങ്ങനെ വാട്ടറിന്റെ സൊല്യൂഷനിൽ വാട്ടറിന്റെ വേപ്പർ പ്രഷറിന് P1 എന്ന ഉപയോഗിക്കുക. 0 ഇല്ല. പിന്നെ സൊല്യൂഷനിൽ പെട്രോളിന്റെ വേപ്പർ പ്രഷർ എന്ത് സൂചിപ്പിക്കുന്നു? P2 എന്ന്. പേടിക്കണ്ട. സൊല്യൂഷൻ ആവുമ്പോ 0 ഉണ്ടാവൂല, അല്ലാതെ 0 ഉണ്ടാവും. അപ്പൊ P1 0 ആണ് എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. വെള്ളം ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത്. എന്താ P2 0? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സെക്കൻഡ് പ്യുവർ കമ്പോണന്റ്. ഓക്കെ, മനസ്സിലാവുണ്ടോ? അതാണ് സംഭവം. ഓക്കെ, അതിന് ഇനി റൗൾസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ P1 പ്രൊപ്പോർഷൻ ടു K1 ആയിരിക്കും. എന്താ K1? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂഷൻ. ഫസ്റ്റ് ആളത് വാട്ടറിന്റെ. എന്താ ഞാൻ എടുത്തത് എക്സാമ്പിൾ ആയത്, അതുകൊണ്ടാണ് 1 ഉം 2 കേട്ടോ. വാട്ടറും പെട്രോൾ ആണ്. ദെൻ P2 പ്രൊപ്പോർഷൻ ടു K2. ഇതാണ് റൗൾസ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ്സ്. കാണിച്ചു തരാം. എന്താ റൗൾസ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ്സ്? അക്കോർഡിംഗ് ടു ദിസ്, the partial vapor pressure of each component, ഞാൻ രണ്ട് കമ്പോണന്റ് ഈച്ച് നാക്കി 1 and 2, P1 and P2 in solution is directly proportion to their mole fractions K1 and K2 in solution at constant temperature. എങ്ങനെ ഇക്വേഷൻ എഴുതാം? P1 proportion to K1, then proportionality ചിഹ്നം ഒഴിവാക്കുക, ഒരു കോൺസ്റ്റന്റ് വരും. അത് ഇങ്ങനെ വരും, P1 equal to P1 0 K1. എന്താ P1? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഒന്നാമത്തെ ആള്. ഞാൻ എടുത്തത് വാട്ടറാ. ഇൻ എന്തില്? സൊല്യൂഷനിൽ. എന്താ P1 0? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് അല്ലെ. എന്താ K1? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കമ്പോണന്റ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, ദെൻ P2 പ്രൊപ്പോർഷൻ ടു K2. P2 is equal to P2 0 എന്തൊന്നും കൊടുക്കുക? K2 എന്നും കൊടുക്കുക. ശരിയല്ലേ? ഇതാണ് റൗൾസ് ലോ. അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫോക്കസ് ഏരിയയിൽ പെട്ടതാണ്, അതെല്ലാം എടുക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ ഗ്രാഫ് ഉണ്ട്. റൗൾസ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ്സിന്റെ 3 ഗ്രാഫില് മൂന്നാമത്തെ ഗ്രാഫാണ് ഒറിജിനൽ ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം P1 പ്രൊപ്പോർഷൻ ടു K1 എന്നുള്ളത് നമുക്കറിയാം. ഒരു ജസ്റ്റ് ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. കണ്ടോ? ആ P1 0 P2 0 എന്താന്ന് എഴുതിയതാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കണ്ടില്ലേ? ഇവിടെ വേപ്പർ പ്രഷറും ഇവിടെ K1 എടുത്തു. അപ്പൊ ഇത് K1 ഇവിടെ ഇവിടെ എടുക്കുന്ന വാല്യൂ 0 ആയിരിക്കില്ല. ഇവിടെ K1 0 ആണ്. ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങോട്ട് Y, ഇങ്ങോട്ട് X. ഈ നേരെ തല തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കാൻ വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചൂടെ? എന്താ അത് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ കാരണം? വെറുതെ ഇങ്ങോട്ട് വരച്ച് P2 എടുത്ത് K2 എടുത്ത് ഇങ്ങനെ വരെ കിട്ടും. അപ്പൊ K2 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്യാം. അപ്പൊ എന്താ വരിക അറിയോ? ഇതാ ഇങ്ങനെ ഒന്ന് വരും. ഇതിൽ P1 എന്നതിന് പകരം വേപ്പർ പ്രഷർ എന്ന് എടുക്കും Y ആക്സിസിൽ. ഇവിടെ P2 പകരം വേപ്പർ പ്രഷർ എന്ന് എടുക്കും. K2 ഇങ്ങോട്ടും K1 ഇങ്ങോട്ടും അല്ലേ. അതിന് പകരം K അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. ഇവിടെ എന്താ? K1 0. കൂടാതെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു K2 equal to 1 എന്ന് ഇവിടെ എഴുതും. Y K1 plus K2 equal to എന്താ? 1 എന്നുള്ള. then ഇവിടെ എന്താ? K2 0. അടിയിൽ ഒരു സെന്റൻസ് ഇവിടെ എഴുതും, K1 equal to 1. ഇതിങ്ങനെ പോയിട്ട് ഇവിടെ മുട്ടും, ഈ വര ഇങ്ങനെ പോയിട്ട് ഇവിടെ മുട്ടുമ്പോ P1 വരയെ ഇവിടെ മുട്ടുകയാണെങ്കിൽ P1 0 എന്നും P2 വരയെ P2 0 എന്നും. കൺഫ്യൂഷൻ ആയോ? കണ്ടോളൂ. ഇതാണ് ആ ഗ്രാഫ്. കണ്ടോ? വേപ്പർ പ്രഷർ Y ആക്സിസിൽ. ഇത് K1 0 ആണ്. അപ്പൊ K2 1 ആണ്. then P1 കണ്ടോ? P1 ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് P1 0, then P2 കണ്ടില്ലേ? P2 0 ഇങ്ങനെ പോയിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് യോജിപ്പിക്കുമ്പോൾ P ടോട്ടൽ കിട്ടും P1 plus P2 വേപ്പർ. ഈ ഗ്രാഫിനാണ് റൗൾസ് ലോന്റെ എന്തെന്ന് വിളിക്കുക? ഗ്രാഫ് നമ്മൾ വിളിക്കാറ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ്. കുറച്ച് ലെങ്തി ആവും ഈ സെക്ഷന്, സഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേട്ടോ. then ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, പിന്നെ ഡൗട്ട് ഉണ്ടാവും, സാറേ എന്താ സാർ ഒന്ന് നിങ്ങൾ ഉയർത്തി വെച്ചിക്കണം, ഒന്നെന്താ താഴ്ത്തി വെച്ചിട്ടുണ്ട്? അതായത് പെട്രോളും വാട്ടറും ഒരേ എന്താവൂല? വളട്ടൈൽ ആവൂല. പെട്രോൾ ഈസ് മോർ വളട്ടൈൽ, അതായത് ഒരാൾ ഈസ് മോർ വളട്ടൈൽ ദാൻ അതർ. അതുകൊണ്ട് ഒരാൾ ഉയർന്നു മറ്റാൾ എന്തോ താഴ്ന്നു കാണുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഹെഡിങ് ആണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. കഴിഞ്ഞ വർഷം പഠിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ഐഡിയൽ ഗ്യാസ് എന്നൊരു സംഭവം പഠിച്ചില്ലേ? അത് ഗ്യാസ് സ്റ്റേറ്റിലായിരുന്നു അവിടെ പഠിച്ചത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ 3 സ്റ്റേറ്റ് ആണ് മാറ്ററിന്റെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിലെ സോളിഡ് അവിടെ പഠിച്ചില്ല, +2 ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ലിക്വിഡ് സ്റ്റേറ്റും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഉണ്ട്, ഫോക്കസ് ഏരിയക്ക് പുറത്തായതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. then ഗ്യാസ് സ്റ്റേറ്റ് ആണ് നല്ലവണ്ണം പഠിക്കാനുള്ളത്. അതിലല്ല ഐഡിയൽ ഗ്യാസ്. എന്താ ഐഡിയൽ ഗ്യാസ്? a gas which obey PV is equal to nRT. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ അല്ല, ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ പ്രഷർ എന്ന് പറയാൻ കാരണം ഗ്യാസുകളുടെ കേസിലാണ്.
KP KC ഇക്വിലിബ്രിയത്തിൽ പഠിച്ചില്ലേ? KP പറഞ്ഞാൽ എന്താ? പ്രഷറുമായി ബന്ധപ്പെട്ട്. KC പറഞ്ഞാലോ കോൺസെൻട്രേഷൻ. അപ്പൊ ഗ്യാസസ് ആയ റിയാക്ഷൻ ആണ് പ്രഷർ വെച്ച് പറയാറ്. ഇവിടെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. സൊല്യൂഷൻ ആകുമ്പോൾ പ്രഷർ ഒന്നും ഉപയോഗിക്കരുത്. അപ്പൊ ഐഡിയൽ ഗ്യാസിന് ഒബേ ചെയ്യുന്നു ഓൾ ടെമ്പറേച്ചറിലും പ്രഷറിലും, ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ്. ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളെ ഒബേ ചെയ്യണം. അത് ആരെയെന്ന് വെച്ചാൽ റൗൾസ് ലോനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് എന്ത്? ഐഡിയൽ സൊല്യൂഷൻ. പക്ഷെ ഈ ഐഡിയൽ എന്നുള്ളത് പറയാനും ഡെഫിനേഷൻ പറയാനൊക്കെ എളുപ്പമാണ്. എന്താണ് സത്യത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് അറിയോ? അതാണ് പഠിക്കേണ്ടത്. ഈ ഐഡിയൽ സൊല്യൂഷൻ എന്നൊരു സംഭവം ഭൂമി ലോകത്തില്ല. അതായത് പ്രാക്ടിക്കലി കണ്ടെത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് -273.15 ഡിഗ്രി സെൽഷ്യസ് കേട്ടില്ലേ? അബ്സല്യൂട്ട് സീറോ. അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഭൂമി ലോകത്തുള്ള ഒരു ലാബിലും കണ്ടെത്തിയിട്ടില്ല. പിന്നെന്താ അത്? അതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ്. ഒരു ഗ്രാഫ് ചാൾസ് ലോന്റെ ഗ്രാഫ് ഇങ്ങനെ എക്സ്ട്രാ പ്ലോട്ട് ചെയ്താൽ മുട്ടുന്ന സ്ഥലം. അപ്പൊ ഇങ്ങനെയൊക്കെ പോയാൽ അങ്ങനെ ആകുന്നു, അതാണത്. ഓക്കെ, അല്ലാണ്ട് പ്രാക്ടിക്കലി കിട്ടൂല. ഇതുപോലെ തന്നെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം പ്രാക്ടിക്കലി ഇല്ല, തിയററ്റിക്കലി ഉണ്ട്. ഇങ്ങനെ തിയററ്റിക്കലി ഉള്ള സാധനത്തിന് ഐഡിയൽ എന്ന് വിളിക്കും. ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഈ ഐഡിയൽ എന്ന് പറഞ്ഞാൽ. ഞാനിത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ എപ്പോഴും പെട്രോളും എന്തോ എടുക്കുന്നത്, പിന്നെ വാട്ടറും അല്ലേ എടുത്തത്. നമ്മളെ കമ്പോണന്റ് രണ്ടും നമ്മൾ പൊതുവെ ലിക്വിഡ് ആയ രണ്ടെണ്ണം എടുത്തു എന്ന് മാത്രം. ഞാൻ 20 ml പെട്രോളും 20 ml എന്തും വാട്ടറും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നു. എത്ര ml കിട്ടും സൊല്യൂഷൻ? എത്ര ml സൊല്യൂഷൻ കിട്ടും? 40 കിട്ടും. കാരണം എന്താ? 20 + 20 gives 40 അല്ലേ? ആർക്കും അത് അറിയാത്ത? ഇങ്ങനെ കിട്ടും, 40 കിട്ടൂലേ? അതാണ് തിയറി എന്ന് പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്ത് നോക്കും. കറക്റ്റ് അളന്നെടുക്കുക 20 ml വാട്ടർ, വേറൊരു മെഷറിംഗ് സിലിണ്ടറിൽ 20 ml പെട്രോൾ, എന്നിട്ട് നിങ്ങൾ 40ലേക്ക് ലയിപ്പിച്ച് നോക്ക്. ഗ്യാരണ്ടിയാ 40 കിട്ടൂല. അതായത് 40യേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കും. കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഐഡിയൽ സൊല്യൂഷൻ. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ പറയാം അത് കുറച്ച് പുറത്തു പോയത് കൊണ്ടാ, അല്ലെങ്കിൽ ആ മെഷറിംഗ് സിലിണ്ടറിൽ പറ്റി പിടിച്ചോണ്ടാ. ഇങ്ങനെ ഒന്നല്ല, മുഴുവനും ട്രാൻസ്ഫർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, കിട്ടത്തില്ല. വൈ? അതാണ് എന്ത്? പ്രാക്ടിക്കലി കിട്ടൂല, തിയററ്റിക്കലി കിട്ടും. കാരണം എന്താ? 20 + 20 40 ആണെന്ന് ആർക്കാ തിരിയാത്തത്? അതാണ് തിയറി, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ പ്രാക്ടിക്കൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യാത്തത്, എക്സ്പെരിമെന്റൽ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ്? 20 + 20. പിന്നെ ഒരു സെന്റൻസ് കണ്ടോ? ΔV മിക്സ് ഈക്വൽ ടു 0. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. അതായത് ΔV, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, വി എന്ന് പറഞ്ഞാൽ വോളിയം, മിക്സ് എന്താ? മിക്സ് ചെയ്ത ശേഷം, അതായത് സൊല്യൂഷൻ ആക്കിയ ശേഷം അവരുടെ വോളിയത്തിൽ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല ഐഡിയൽ സൊല്യൂഷനിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? 20 + 20 gives 40 കിട്ടും. ഏത്? തിയററ്റിക്കലി. അതായത് ΔV ഈക്വൽ ടു 0, വോളിയം ചേഞ്ച് ചെയ്തിട്ടില്ല. മറിച്ച് 41 കിട്ടിയാൽ ΔV നോട്ട് ഈക്വൽ ടു 0. 39 ആണ് കിട്ടുന്നതെങ്കിൽ ΔV നോട്ട് ഈക്വൽ ടു 0. അതാണ് ആ ΔV എന്ന്. അല്ലാതെ ചേഞ്ചിന് വോളിയം ഒന്നുമില്ല, കാലിയാണ് എന്നല്ല കേട്ടോ. 20 + 20 അടുക്കിന് 40 കിട്ടുന്നു, അതാണ് ΔV 0. ഇനി 10 + 10 20 ആണ് കിട്ടുന്നതെങ്കിലും ΔV ഈക്വൽ ടു എന്താ? 0 ആണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ΔV മിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 0. എന്താ മിക്സ്? സൊല്യൂഷനെ മിക്സ് ചെയ്ത ശേഷം പെട്രോളും വെള്ളവും എടുത്ത് ഞാൻ മിക്സ് ചെയ്തപ്പോ 20 എടുത്ത് 40 കിട്ടുകയാണെങ്കിൽ നോ ചേഞ്ച് ഇൻ വോളിയം എന്നാ. 41 ആണെങ്കിൽ ΔV 1 ആയിരിക്കും. 39 ആണെങ്കിൽ ΔV -1 ആയിരിക്കും. ദെൻ 45 ആ കിട്ടുന്നെങ്കിൽ ΔV എന്താ? +5. അതായത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം, ലെസ് ദാൻ ആവാം. അപ്പോ മനസ്സിലായില്ലേ? സോ നമുക്ക് ഇത് ഞാൻ വെറുതെ എക്സാമ്പിൾ പറഞ്ഞു ΔV, അത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ആവശ്യമുണ്ട്. ദെൻ വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ? ആൻസർ: സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. വാട്ട് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഐഡിയൽ സൊല്യൂഷന്റെ ഇക്വേഷൻ P1 = P10 Chi1, P2 = P20 Chi2. അതാണ് ഐഡിയൽ സൊല്യൂഷന്റെ ഇക്വേഷൻ. ദെൻ ഓപ്പോസിറ്റോ? P1 not equal to P10 Chi1, P2 not equal to P20 Chi2. ഇനി ഐഡിയലിന്റെ മറ്റൊരു ക്യാരക്ടർ എന്താ? ΔV മിക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ ഐഡിയൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ചേഞ്ച്, എനർജി ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ അടുത്തൊരു പോയിന്റ് പറയാം, ΔH മിക്സ്
ഈക്വൽ ടു 0 ആണ് ഐഡിയലില്. മനസ്സിലായില്ല? പോയിന്റ് ഒന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐഡിയലും നോൺ ഐഡിയലും. സൊല്യൂഷൻ ഞാൻ ഷോർട്ട് എഴുതിയതാട്ടോ. വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. അതിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് പറഞ്ഞ് റൗൾസ് ലോന്റെ ഇക്വേഷൻ എഴുതി. സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ, അതായത് നോട്ട് ഈക്വൽ ടു. പിന്നെ ഐഡിയലിന്റെ അടുത്ത പ്രോപ്പർട്ടി ഡെൽറ്റ ബി മിക്സ് 0 ആണ്, ഡെൽറ്റ എച്ച് മിക്സ് 0 ആണ്, പിന്നെ ഡെൽറ്റ ബി മിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എനർജിയിലും ചേഞ്ച് ഉണ്ടാവില്ല, വോളിയത്തിലും ഉണ്ടാവില്ല. അടുത്ത പോയിന്റ് കണ്ടോ നിങ്ങൾ, എന്താ ഡെൽറ്റ ബി മിക്സ് 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അറിയോ? ഇവര് ഒറ്റക്ക് നിൽക്കുമ്പോഴും, അതായത് പെട്രോളും വാട്ടറും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ബീക്കറിൽ നിൽക്കുക, അപ്പോഴുള്ള അതുപോലുള്ള അട്രാക്ഷനും റിപ്പൾഷനും എന്തെല്ലാം ഉണ്ടോ അത് അതുപോലെ നിലനിൽക്കും ഇവർ എന്ത് ചെയ്താലും, മിക്സ് ചെയ്താലും എന്നതാണ് ആ ലാസ്റ്റ് പോയിന്റ്. എ ഇന്ററാക്ഷൻ എന്നതിന്റെ ഷോർട്ടാണ് ഞാൻ എഴുതിയത് കേട്ടാ. ആൻഡ് ബി ബി ഇന്ററാക്ഷൻ ഈക്വൽ ടു എ ബി ഇന്ററാക്ഷൻ. ഓക്കെ, അതായത് എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഒറ്റക്ക് നിൽക്കുക, ബി ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ഒറ്റക്ക് നിൽക്കുക. ഇവര് മിക്സ് ചെയ്താൽ അതിന്റെ പേര് സൊല്യൂട്ടും സോൾവെന്റ് എ ബി എന്നായി. അപ്പോഴും അതുപോലെ ഇന്ററാക്ഷൻ നിലനിൽക്കോ? എവിടെ നിൽക്കണം? നമ്മളെ കേസും ഏത് കേസും നോക്ക് മക്കളെ, നമ്മൾ വീട്ടില് നിൽക്കുന്നു, അതേ വീട്ടിലെ ആളുകളായിട്ടുള്ള അതേ സൗഹൃദ മനോഭാവത്തോട് പുറത്തു പോകുമ്പോൾ നിൽക്കുമോ? ഒന്നുകിൽ സൗഹൃദം കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും, എന്തായാലും അത് കിട്ടൂല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഐഡിയൽ. കിട്ടുന്നില്ലേ? നോൺ ഐഡിയൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ്. ഡൗട്ട് ഉണ്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. 4 പോയിന്റ് ഉണ്ട്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് പോയിന്റ് അതിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുകയാണെങ്കിൽ ഇതിലെ മിനിമം 2 പോയിന്റ് എങ്കിലും എഴുതണം. ഇനി ഐഡിയൽ സൊല്യൂഷന് ഇല്ല എന്ന് പറഞ്ഞു ചെയ്ത് ഒരു എക്സാമ്പിൾ കൊടുത്തു കണ്ടോ, എൻ ഹെക്സൈൻ ആൻഡ് എൻ ഹെപ്റ്റൈൻ ഇവകളുടെ മിക്സ്ചർ. ശരിക്കും എന്താ, എൻ എന്ന് പറഞ്ഞാൽ നോർമൽ കോമൺ നെയിം ഉപയോഗിച്ചതാ. ഹെക്സൈന്റെയും ഹെപ്റ്റൈന്റെയും കോമൺ നെയിം എൻ. അസറ്റിക് ആസിഡ് ആണല്ലോ എഥനോയിക് ആസിഡിന്റെ കോമൺ നെയിം. ഓർഗാനിക് പഠിച്ചില്ലേ? ഇനി ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതിയേ? അതെന്താന്ന് വെച്ചാല് ചില ഡിമാൻഡുകൾക്ക് വിധേയമായി. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ, ഐഡിയൽ റിയൽ ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ കാണിക്കും എന്ന് പറഞ്ഞില്ലേ? എപ്പോഴാണ്? ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും ഇതുപോലെ ചില പ്രത്യേക ഡിമാൻഡുകൾക്ക് വിധേയമായി ചില സൊല്യൂഷൻ ഒക്കെ എന്തുണ്ട്? ഐഡിയൽ ക്യാരക്ടർ കാണിക്കും. അതിൽപ്പെട്ട ഹെക്സൈനും ഹെപ്റ്റൈന്റെയും മിക്സ്ചർ. കൂടാതെ ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ കണ്ടെത്തി ഇവിടെ ഫില്ല് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോ നോട്ട് ബുക്ക് എടുത്തിട്ട് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് എഴുതുന്നു. ശേഷം പെട്രോൾ 20 ml പെട്രോൾ 20 ml വാട്ടർ ഒന്നും എഴുതണ്ട, അത് ഞാൻ വെറുതെ മനസ്സിലാക്കി എഴുതുക. ഈ 2 കോളം വരച്ച് ഇത് മൊത്തം അങ്ങ് എഴുതിക്കുക എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ ഐഡിയൽ. എന്താ നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാല്? ഇനി ഇതിന്റെ മീനിങ് എന്താ പറയാ? ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താ ഈ പറയുന്നത്? അതായത് P1 എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷനിൽ ഒന്നാമത്തെ ആളുടെ വേപ്പർ പ്രഷർ. P2 എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ ആളുടെ ഏതൊരു സൊല്യൂഷൻ. അതായത് ഒറ്റക്ക് നിൽക്കുമ്പോൾ വാട്ടറിന്റെ വേപ്പർ പ്രഷർ എന്താണോ, ഒരു 10 കൂട്ടിക്കോ, പെട്രോളിന്റെ അതൊരു 15 കൂട്ടിക്കോ, അതേ സംഖ്യ തന്നെയായിരിക്കും ഇവര് സൊല്യൂഷനിൽ നിൽക്കുമ്പോഴും എന്നാണ് മീനിങ് എങ്കിൽ അതാണ് ഐഡിയൽ. അപ്പോ അങ്ങനെ ആവില്ലല്ലോ. അതായത് സൊല്യൂഷനിലെ വേപ്പർ പ്രഷർ വ്യത്യസ്തം ഉണ്ടാവും ഒറ്റക്ക് നിൽക്കുന്നതിനേക്കാൾ. അങ്ങനെ വേപ്പർ പ്രഷർ വ്യത്യസ്തമാവുകയാണെങ്കിൽ നോൺ ഐഡിയൽ എന്നാണ് വിളിക്കുന്നത്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ 2 പോയിന്റാ ഉള്ളത്. ഒരുപോലെ അല്ല, ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ 2 കേസ്, കൂടുതലാണോ കുറവാണോ. അഥവാ ഇവരെ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷർ, അതായത് P1 ഒറ്റക്ക് നിൽക്കുന്നതിനേക്കാൾ ഹൈ ആണെങ്കിൽ, വേപ്പർ പ്രഷർ ഹൈ ആവുകയാണെങ്കിൽ അത്തരം സൊല്യൂഷന് പോസിറ്റീവ് ഡീവിയേഷൻ എന്നും, അഥവാ അതെന്താണെങ്കിൽ ലോ ആവുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നോൺ ഐഡിയൽ എന്നതിൽ നിന്ന് 2 പോയിന്റുകൾ വരുന്നു. ഒന്ന് ഐഡിയലും മറ്റൊന്ന് എന്ത്? നോൺ ഐഡിയൽ. അപ്പൊ പറഞ്ഞോട്ടെ, വാട്ട് ഈസ് ഐഡിയൽ? ഇഫ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് എയ്തർ ഹൈ ആയിരിക്കും, കാൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ, ഓർ ലോ ആയിരിക്കും, കാൾഡ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോ 2 കേസ് നോൺ ഐഡിയൽ. വീണ്ടും ഐഡിയലിനെ സൈഡാക്കി നോൺ ഐഡിയൽ മാത്രം ഓർത്തോളൂ. പിന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു നോക്കണം. ഞാൻ ഇവിടെ അടിയിൽ സെന്റൻസ് കണ്ടോ, വേപ്പർ പ്രഷർ ഡയറക്ട്ലി അല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അട്രാക്ഷൻ. ഈ പോയിന്റ് ഓർക്കാതെ അടുത്ത സെക്ഷൻ വേണ്ട. അട്രാക്ഷൻ കൂടുമ്പോ ശ്രദ്ധിച്ചോട്ടോ, അട്രാക്ഷൻ കൂടുമ്പോ എന്ത് ചെയ്യും? വേപ്പർ പ്രഷർ കുറയും. അട്രാക്ഷൻ കൂടുമ്പോൾ വോളിയം എന്താ സംഭവിക്കുക? അട്രാക്ഷൻ കൂടുമ്പോൾ അടുത്ത് വരൂലേ, വോളിയം കുറയും. അത് ഓർത്തോ. അപ്പൊ ഡെൽറ്റ വി, അട്രാക്ഷൻ കൂടുമ്പോൾ ഡെൽറ്റ വി എന്ന വോളിയം ചേഞ്ച് എന്ത് ചെയ്യും? കുറയും. അട്രാക്ഷൻ കുറയുമ്പോ, അട്രാക്ഷൻ കുറയാന്ന് അകലെ നിൽക്കുക, വോളിയം ചേഞ്ച് കൂടും, ഡെൽറ്റ വി കൂടും. അപ്പൊ ഡെൽറ്റ വി മിക്സ് കൂടുക മീൻസ് ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ എന്ത് ചെയ്യുമ്പോ? കുറയുമ്പോ. അപ്പൊ വേപ്പർ പ്രഷർ എന്തായിരിക്കും?
കൂടുതലായിരിക്കും. കാരണം എന്താ, അട്രാക്ഷനും വേപ്പർ പ്രഷറും ഇൻവേഴ്സാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി കേട്ടോക്ക്. സോ പോസിറ്റീവ് ഡീവിയേഷൻ മീൻസ് വേപ്പർ പ്രഷർ ഹൈ എന്നാണ്. വേപ്പർ പ്രഷർ ഹൈ ആവണമെങ്കിൽ അട്രാക്ഷൻ എന്ത് ചെയ്യണം, ലോ ആവണം. അട്രാക്ഷൻ ലോ ആവുമ്പോൾ വോളിയം എന്താ, ഹൈ ആണ്. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷന്റെ ഡെഫിനിഷൻ P1 ഗ്രേറ്റർ ദാൻ P10 K1 അല്ലെങ്കിൽ P2 ഗ്രേറ്റർ ദാൻ P20 K2. കൂടാതെ ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഒക്കെ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എല്ലാം ലെസ് ദാൻ ആയിരിക്കും. കാണിക്കട്ടെ. സോ നെക്സ്റ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദി വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് എയ്തർ ഹൈ, ഒന്നുകിൽ കൂടുതലായിരിക്കും, ആ സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞത്, അതിനാണ് പോസിറ്റീവ് ഡീവിയേഷൻ വിളിക്കുക. ഓർ ലോ ആയിരിക്കും, അതിനാണ് എന്തെന്ന് വിളിക്കുക, നെഗറ്റീവ് ഡീവിയേഷൻ ദാൻ ദി പ്യുവർ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കോളം വരയ്ക്കുന്നു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദി പോസിറ്റീവ് ഡീവിയേഷൻ? കണ്ടോ, ഹിയർ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ, അതായത് P1 ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ പ്യുവർ കമ്പോണന്റ് P10. അതായത് ഇതാണ് ഇക്വേഷൻ. രണ്ട് കമ്പോണന്റ് ആയതുകൊണ്ടാണ് ഇക്വേഷൻ എഴുതിയത്. തലതിരിച്ച് ലെസ് ദാൻ എഴുതി. ഇനി കണ്ടോ, മറ്റു പ്രോപ്പർട്ടി, ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഇവിടെ ലെസ് ദാൻ 0. ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 0. എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ഇൻട്രാക്ഷൻ ഗ്രേറ്റർ ദാൻ എ ബി, ലെസ് ദാൻ എ ബി. പിന്നെ ഒരു ഗ്രാഫ് കണ്ടില്ലേ, അത് വേണം. ദെൻ എക്സാമ്പിൾ എഥനോൾ അസറ്റോൺ, ക്ലോറോഫോം അസറ്റോൺ. അപ്പൊ ചിലപ്പോൾ നാളെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ പോയിന്റ് എഴുതുക. 2 മാർക്കിനാണ് 2 പോയിന്റ് എഴുതിയാൽ മതി. 4 മാർക്കിനാണ് 2 പോയിന്റ് തന്നെ ധാരാളം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് എഥനോളും അസറ്റോണും എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ചോദിക്കും. അത് എഥനോളും അസറ്റോണും അല്ല, നിങ്ങളും ഇപ്പൊ എന്താ രാമും കോമും ആണെങ്കിൽ, കെമിസ്ട്രി 2 ആൾക്കാരാണ്, അല്ലെങ്കിൽ 2 സ്റ്റുഡൻസ് നോട്ടിക്കാം, ആരെയും ക്ഷമിക്കണം കേട്ടോ. ഇവര് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാൻ എന്ന് ചോദിച്ചാലും എഥനോളും അസറ്റോണും കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. ആൻസർ എന്താ അറിയോ, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് വേണ്ട വേപ്പർ പ്രഷർ കൂടുതൽ, വേപ്പർ പ്രഷർ കൂടുതൽ എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ കുറവ്. അതന്നെ ആൻസർ. സോ why Ramu and Komu shows positive deviation? Answer: on mixing each other, their attraction decrease, vapor pressure increase, shows positive deviation. ഇവിടെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്നൊരു സാധനം ഉണ്ട്. ആ ഹൈഡ്രജൻ ബോണ്ട് എന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അത് ലൂസ് ആവുമ്പോഴാണ് അട്രാക്ഷൻ കുറയുന്നത്. അപ്പൊ ഞാൻ എക്സ്പ്ലനേഷൻ എഴുതുമ്പോഴേ അടുത്ത സ്ലൈഡിൽ അപ്പൊ അത് കാണിക്കും, ഹൈഡ്രജൻ ബോണ്ട്. താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി. ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എഴുതാം, അല്ലാത്തവർ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി എന്താ, ക്ലോറോഫോം അസറ്റോണും, ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CH-Cl3 ആണ് കേട്ടോ. അസറ്റോൺ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു, എന്തുകൊണ്ട്? ആൻസർ: ഓൺ മിക്സ്, നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ, വേപ്പർ പ്രഷർ കുറവ്, അപ്പൊ അട്രാക്ഷൻ കൂടുതലായിരിക്കും. സോ ഓൺ മിക്സിങ് ഈച്ച് അതർ their attraction decrease, sorry, their attraction increase, so vapor pressure decrease, so shows negative deviation. ഇവിടെ അട്രാക്ഷൻ കൂടാൻ കാരണം ഇവർ മിക്സ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്നൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്നൊരു പേര് വരും, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്നൊക്കെ വരുന്നത്, ഇന്ററും ഇൻട്രയും ഉണ്ട്. അപ്പൊ അത് കൺഫ്യൂഷൻ, ആ സെന്റൻസ് മാറ്റാം, പേടിക്കണ്ട. കാണിക്കാൻ മുമ്പ് ഞാൻ ഗ്രാഫ് ഒന്ന് കാണിക്കട്ടെ. ഈ ഗ്രാഫ് എന്താ വരിക എന്നറിയോ, പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ ഈ ഒരു 2 റൗൾസ് ലോന്റെ ഗ്രാഫ് 2 വരയ്ക്കുക. റൗൾസ് ലോ വോളട്ടൈൽ ലിക്വിഡ്സിന്റെ ഗ്രാഫില്ലേ, അത് 2 വരച്ചോ, വരച്ചില്ലേ. എന്നിട്ട് P1 കണ്ടില്ലേ, P1ന്റെ മുകളിലൂടെ ഇങ്ങനെ ഡോട്ട് ഇടുക, P2ന്റെ മുകളിലും ഡോട്ട് ഇടുക, P ടോട്ടലിന്റെ മുകളിലും ഡോട്ട് ഇടുക. ഇതന്നെ അടുത്തത്. പിന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ P1ന്റെ താഴേക്ക് ഡോട്ട്, P2ന്റെ താഴേക്കും ടോട്ടലിന്റെ താഴേക്കും. മനസ്സിലായില്ലേ? കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പോസിറ്റീവിന്റെ നെഗറ്റീവിന്റെ എന്ത് ഗ്രാഫ്. ഓ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാണ്. പോസിറ്റീവില് ഇതല്ല, ഈ സോളിഡ് ലൈനാണ് ഞാൻ കണ്ടില്ല, ഐഡിയൽ സൊല്യൂഷൻ സോളിഡ്, നമ്മുടെ റൗൾസിലോന്റെ ഗ്രാഫാ ഇവിടെ അങ്ങനെ. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷനിൽ ഈ P ടോട്ടൽ ശരിയാ, ഇത് മുകളിലേക്ക് ഇങ്ങനെ വന്നില്ലേ. അടുത്തത് P1ഉം P2, ഇത് P2 ആട്ടോ, അതിന്റെ മുകളിലേക്കാണ് വരേണ്ടത്. ഞാനത് അറിയാതെ താഴേക്ക് വരച്ചു. ഇവിടെ ശരിയാ, നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ ഡോട്ടഡ് ലൈൻ താഴേക്ക്, P1ന്റെയും താഴേക്ക്, P2ന്റെയും താഴേക്ക്, P ടോട്ടലിന്റെയും താഴേക്ക്, ഇതൊക്കെ മുകളിലേക്ക് വരണം, ഇതുപോലെ മുകളിലേക്ക്. അപ്പോ ഈ P1 P2ന്റെ മുകളിലേക്ക് ആക്കി നിങ്ങൾ വരക്കണം കേട്ടോ, തെറ്റിയതല്ല, ഇതിങ്ങനെ ആയി പോയതാണ്. സോ ദിസ് ഈസ് ദി പോസിറ്റീവ് ഡീവിയേഷൻ. പിന്നെ ഐഡിയൽ ആണ് സോളിഡ് ലൈൻ,
ആ ഡോട്ട് ഉള്ളത് മുകളിലേക്കുള്ളത് പോസിറ്റീവും മറ്റത് നെഗറ്റീവും. അപ്പൊ ഇത് തെറ്റിയതല്ല കേട്ടോ, നിങ്ങൾ മാറ്റണം. തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ വരച്ചത് മാത്രം ഒന്ന് ഇതിൽ സ്ക്രീനിൽ ശരിയാക്കി പോയില്ലേ, അപ്പോഴാണ് ഇപ്പൊ ഇത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നിങ്ങളും ശ്രദ്ധിക്കണം. ഇനി ചില ആളുകൾ ഡൗട്ട്, എന്ത് ഇത് ഡോട്ടും സോളിഡ് ലൈനും ഉപയോഗിച്ചതെന്ന്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഐഡിയൽ സൊല്യൂഷൻ എന്ന റൗൾസ് ലോന്റെ ഗ്രാഫ് നിങ്ങൾ നേരെയുള്ള ലൈനാണ് ഉപയോഗിച്ചെങ്കിൽ ആ പോസിറ്റീവും നെഗറ്റീവും കാണിക്കാൻ ഡോട്ട് ഉപയോഗിക്കുക. തലതിരിച്ച് ഡോട്ടഡ് ആണ് ഉപയോഗിച്ചതെങ്കിൽ സോളിഡ് ലൈന് പോസിറ്റീവും നെഗറ്റീവും കാണിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നത് തലതിരിച്ച ഡോട്ടഡ് ലൈന് ഐഡിയലിനും സോളിഡ് ലൈന് പോസിറ്റീവും നെഗറ്റീവും. വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ആ ചിത്രം വരച്ചാലും മതി, പിന്നെ കൺഫ്യൂഷൻ പോപ്പില്ല. ഓക്കെ, പിന്നെ ഈ മുകളിലേക്ക് വരച്ചൊന്ന് വളഞ്ഞിട്ടും മറ്റൊക്കെ ആയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരെ വരക്കുക, കുറച്ചൊന്ന് വളച്ചും വരക്കുക, അതിലൊന്നും കളിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എഥനോൾ അസറ്റോണും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. വൈ? ആൻസർ, ബിക്കോസ് ഓൺ ആഡിങ് acetone to ethanol is hydrogen bond break, so attraction decrease, hence vapor pressure of the solution increase, so show positive deviation. ഫുള്ള് പഠിക്കാൻ കഴിയില്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. എന്തുകൊണ്ട് കാണിക്കുന്നു ബിക്കോസിന്റെ അവിടുന്ന് ഓൺ ആഡിങ് ദിസ് attraction അത്ര മാത്രം എഴുതിയാൽ മതി. attraction decrease, on adding this attraction decrease, hence vapor pressure increase, so shows positive deviation. ഈ ഹൈഡ്രജൻ ബോണ്ടാണ് ഒഴിവാക്കിയാണ്. ഇതുപോലെ നോക്ക്, ക്ലോറോഫോം CHCl3, അസറ്റോൺ എന്ന് പറഞ്ഞാൽ പ്രൊപ്പനോൺ എന്ന CH3COCH3 കഴിഞ്ഞ വർഷം ഓർഗാനിക് പഠിച്ച. സോ ഷോസ് നെഗറ്റീവ് ഡിവിഷൻ. വൈ? ബിക്കോസ് ഓൺ മിക്സിംഗ് ഈച്ച് അതർ ദേ ഫോം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, സോ അട്രാക്ഷൻ ഇൻക്രീസ്, വേപ്പർ പ്രഷർ ഡിക്രീസ്, ഷോസ് നെഗറ്റീവ് ഡിവിഷൻ. പ്രയാസം ഉണ്ടോ? ഇങ്ങനെ എഴുതിക്കോ. ഓൺ മിക്സിംഗ് ഈച്ച് അതർ their attraction എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ വേപ്പർ പ്രഷർ ഡിക്രീസ്, സോ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ എഴുതിയാലും മതി. എന്നിട്ട് ഇതിന്റെ ഒരു ചിത്രമുണ്ട്. ക്ലോറോഫോം അസറ്റോൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫിഗർ. ഈ ഹൈഡ്രജൻ ബോണ്ട് എന്താ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഹൈഡ്രജൻ ബോണ്ട് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. എന്നാൽ ആ ചിത്രം അങ്ങ് എഴുതി പഠിക്കണം കേട്ടോ. ഇതാണ് ഫിഗർ. കണ്ടോ? എന്താണ് ഈ നെഗറ്റീവ് ഡീവിയേഷൻ എന്നുള്ളൊരു സെന്റൻസ് ഇവിടെ ഉണ്ട്. ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്നുള്ളത് മാഞ്ഞു പോയി. ഞാൻ എന്ത് കാണിച്ചപ്പോ? ഇമേജ് കാണിച്ചപ്പോ. അപ്പൊ നോട്ട് ആദ്യം ഇത് എഴുതിയിട്ട് ഇതും കാണിക്കാം. ഇത് കണ്ടോ? CH3COCH3, ഇത് CHCl3, ഇതാണ് ക്ലോറോഫോം, ഇതാണ് അസറ്റോൺ. ഈ ഓയും എച്ചും തമ്മിൽ ഒരു ഡോട്ടഡ് ലൈൻ കണ്ടില്ലേ? ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ നൈട്രജനോ ഓക്സിജനോ ഫ്ലൂറിനോ ഇവകൾ മൂന്നാൽ ഒരാളും ഹൈഡ്രജനും തമ്മിൽ ഡോട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ ഏതാ? ഓക്സിജൻ ആണ്. ഇനി നൈട്രജനും ഫ്ലൂറിനും ഒക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഇത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? ഗ്രാഫ് മാത്രം ടെക്സ്റ്റ് ബുക്കുകളിൽ വരച്ചൊന്നും പിന്നെ കൺഫ്യൂഷൻ ഇല്ല. അത് എവിടെ വരക്കണം എന്നറിയാം? പോസിറ്റീവും നെഗറ്റീവിന്റെയും ആ കോളല്ലേ, ആ കോളത്തിന്റെ ഉള്ളിൽ വരക്കണം കേട്ടോ. അങ്ങനെ തന്നെ വരക്കണം. അപ്പോഴേ ആ പോയിന്റ് ക്ലിയർ ആവുള്ളൂ. കാരണം ഒരു തവണ പരീക്ഷയ്ക്ക് പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും ഗ്രാഫ് അങ്ങ് തന്നു. എന്നിട്ട് ചോദിച്ചു ഇതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ്, എന്നിട്ട് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള എന്ത് ചെയ്യണം? ഡിഫറൻസ് എഴുതണം. ഓക്കെ, ഇത്രയാണ് ഈ സെക്ഷനുള്ള. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു.